ഒടുവിൽ കാനഡ സമ്മതിച്ചു. ഞങ്ങൾ തന്നെയാണ് ആ നാറികളെ വളർത്തുന്നതും. ഇതുവരെ മോദി അല്ലെങ്കിൽ ഇന്ത്യ ചോദിച്ചതിന് G7 ഉച്ചകോടിയിൽ ഉത്തരം കിട്ടിയിരിക്കുന്നു. എന്താണ് കാനഡയ്ക്ക് പറയാനുള്ളത്? അതായത് കഴിഞ്ഞ ഒരുപാട് വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1930കളുടെ തുടക്കം, 1930കൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാന കാലഘട്ടം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അതിനു മുൻപ് 1930-40 ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ പഞ്ചാബിൽ സിഖുകാർക്ക് മാത്രമായിട്ട് ഒരു രാജ്യം വേണം എന്നൊരാവശ്യം വരുന്നു. അതിന് അവർ പറയുന്നത് ഖലിസ്ഥാൻ എന്നാണ് അവർ അതിന് പേരിടുന്നത്. ഖൽസയുടെ നാട്, സിഖുകാരുടെ ഖൽസയുടെ നാട് ഖലിസ്ഥാൻ. അങ്ങനെ ഖലിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു രാഷ്ട്രം വേണം. അതിനുള്ള അവരുടെ ശ്രമങ്ങൾ ആരംഭിക്കുന്നത് 1930കളുടെ അവസാനത്തോടു കൂടിയാണ്. സിഖുകാരാണ്, അതായത് പഞ്ചാബിൻ്റെ മുഴുവൻ പ്രദേശം പാകിസ്ഥാനിലുള്ള, അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള, ആ സമയത്ത് പാകിസ്ഥാൻ വിഭജിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള പഞ്ചാബിൻ്റെ പ്രദേശം, ഹരിയാന, പിന്നെ നോർത്ത് ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു രാഷ്ട്രം എന്നതാണ് ഇവരുടെ ആവശ്യം. ഇവർ ആ സമയം മുതലേ ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു. ഒരുപാട് കലാപങ്ങൾ അവരുണ്ടാക്കി. വലിയ കലാപങ്ങൾ 1972 പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പോലും ഒരു നിർണായകമായി ഇവരുടെ വിഷയങ്ങളൊക്കെ വന്നു. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ സമയത്ത് പോലും ഈ ഖലിസ്ഥാൻ എന്നൊരു വിഷയം കയറി വന്നു. അത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നാലും അത് വലിയ ചർച്ചയാവുകയും അതിനുശേഷമാണ് ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടതെന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്ത്യക്കകത്ത് ഇപ്പോഴും ഖലിസ്ഥാൻ അവകാശവാദവുമായിട്ട് സിഖുകാർ വലിയ തോതിലുള്ള പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇന്ത്യൻ സർക്കാരിനും വലിയ തലവേദനയാണ്. പല ഘട്ടങ്ങളിലും ഈ ആവശ്യം ഉന്നയിച്ച് പഞ്ചാബിലെ സിഖുകാർ, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സിഖുകാരൊക്കെ വലിയ കലാപങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സിഖുകാരുടെ കലാപം അറിയാലോ, ഭയങ്കര, നമ്മൾ ഈ സാധാരണ കാണുന്ന അടിയിടിയൊന്നുമല്ല, അവർ കുറച്ചുകൂടെ അക്രമകാരികളായിട്ടുള്ള കലാപങ്ങളാണ് അവർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ത്യയിലിപ്പം ഇവരുടേതായിട്ട് കുറേ സ്ലീപ്പിംഗ് സെൽസുകളുണ്ട്. അതിന് സഹായങ്ങൾ, അവർക്ക് വേണ്ട സഹായങ്ങൾ, അതായത് സാമ്പത്തികമായിട്ടും അല്ലാതെയുള്ള സഹായങ്ങൾ മുഴുവൻ വരുന്നത് കാനഡയിൽ നിന്നാണ് എന്ന് ഇന്ത്യ അത് കണ്ടെത്തിയിരുന്നു. ഇന്ത്യയുടെ ഇൻ്റലിജൻസ് വിഭാഗം അത് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഇന്നല്ല, അത് കുറേ വർഷങ്ങളായിട്ട് കൊടുക്കുന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും NDF, പോപ്പുലർ ഫ്രണ്ട്, സിമി അങ്ങനെയുള്ള സംഘടനകൾ ഇല്ല എന്ന് പറയുന്നതാണെങ്കിൽ പോലും അതിൻ്റെയൊക്കെ സ്ലീപ്പിംഗ് സെൽസ് എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആര്, എവിടുന്ന്, എങ്ങനെ ഫണ്ട് ചെയ്യുന്നു, അവരെ ബാക്കപ്പ് ചെയ്ത് നിർത്തുന്നത് ആര് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഇൻ്റലിജൻസ് വിഭാഗത്തിനുണ്ടാവും. അവർ എല്ലാ മാസവും എന്ന് പറയുന്നത് പോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനാണെങ്കിൽ അവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഇന്നിന്ന സ്ഥലങ്ങളിൽ ഇന്നിന്ന കാര്യങ്ങളുണ്ട്, അവരെ ഇന്നയാളാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇൻ്റലിജൻസ് കൊടുക്കും. അങ്ങനെ ഇന്ത്യയിലുള്ള ഖലിസ്ഥാൻ അനുകൂലികൾക്ക് അവർക്ക് വേണ്ട പണവും മറ്റ് സഹായങ്ങളും മുഴുവൻ ലഭിക്കുന്നത് കാനഡയിൽ നിന്നാണ് എന്ന് റിപ്പോർട്ട് ഇൻ്റലിജൻസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെൻറ് കാനഡയോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ രാഷ്ട്രത്തിൽ നിന്നാണ് ഇന്ത്യയിലെ തീവ്രവാദികൾക്ക് വളരാനുള്ള വളം എത്തുന്നത്, അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ എത്തുന്നത്, അക്രമത്തിന് വേണ്ട മറ്റ് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് അവിടെയുള്ള ഖലിസ്ഥാൻ അനുകൂലികളാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കാലം കാനഡ അത് അംഗീകരിച്ചില്ല. ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന രീതിയിലാണ് കാനഡ പറഞ്ഞിരുന്നത്. ഞങ്ങളൊരു തീവ്രവാദികളെയും വളർത്താൻ ഞങ്ങളിവിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ G7 ഉച്ചകോടി ഇത്തവണ നടന്നത് കാനഡയിലാണ്. കാനഡയിൽ പോയ സമയത്ത് അവിടുത്തെ കാനഡയുടെ രാഷ്ട്രത്തലവനുമായിട്ട് സംസാരിച്ച ഘട്ടത്തിൽ മോദി ഇതേ ആവശ്യം അവരോട് ഉന്നയിച്ചപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന കാര്യം അത് സത്യമാണ് എന്ന് ഞങ്ങളുടെ CSIS, അതായത് അവരുടെ ഇൻ്റലിജൻസ് വിഭാഗമാണ്, അവരത് കണ്ടെത്തി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കനേഡിയൻ ഇൻ്റലിജൻസ് വിഭാഗം ഈ അടുത്ത കാലത്ത് കൊടുത്ത റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നു, ഇന്ത്യയിൽ ഇന്ത്യ വിരുദ്ധ കലാപം നടത്താൻ ഖലിസ്ഥാൻ അനുകൂലികൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ആളുകൾ ഈ കാനഡയിൽ നിന്നാണ് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം ഇൻ്റലിജൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻ്റലിജൻസ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മോദിയുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഖലിസ്ഥാൻ അനുകൂലികൾ ഇവിടെയുണ്ട്, അവർക്ക് ഇനി എന്താണ് തുടർ നടപടികൾ എന്നതിനെക്കുറിച്ചൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതെങ്ങനെയാണെന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് കൃത്യമായിട്ട് ധാരണയില്ല, കാനഡ അത് പറയുകയും ചെയ്തില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിഖുകാർക്ക് വേണ്ടി ഒരു നാട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് അവർ 1930കളിൽ തുടങ്ങിയ കലാപം
ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ അതിന് ലോകവ്യാപകമായിട്ട് ആ ഒരു കലാപം ഇന്ത്യയിൽ അങ്ങനെ ഒരു രാഷ്ട്രം വിഭജിച്ച് സിഖുകാർക്ക് മാത്രമായിട്ടൊരു രാഷ്ട്രം കൊടുക്കണം എന്ന ആവശ്യവുമായിട്ട് ഖലിസ്ഥാൻ അനുകൂലികൾ സമരം ചെയ്യുമ്പോൾ ലോകവ്യാപകമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ സിഖുകാരുണ്ട്. അത് കാനഡയിലാണ് അതിന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഇന്ത്യ റിപ്പോർട്ട് കൊടുത്തിട്ടും അത് ഇത്രയും കാലമായിട്ട് കാനഡ അംഗീകരിക്കാതിരുന്നത് കൊണ്ടാണ് ഇവിടെയുള്ള ഈ ആവശ്യവുമായിട്ട് മുന്നോട്ട് വരുന്ന ഖലിസ്ഥാൻ അനുകൂലികൾക്ക് അത് കൂടുതൽ ഒരു എന്താ പറയുക, അവർക്ക് കൂടുതൽ വളമായി മാറിയത് എന്നുള്ളത്. ഇനിയിപ്പം ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറച്ചുകൂടി ശക്തരാവാൻ പോവുകയാണ്. ഖലിസ്ഥാൻവാദികൾ അവർ കുറച്ചുകൂടി ശക്തരാവാൻ പോകും. ഇതിനിടയ്ക്ക് നമ്മൾ കർഷക സമരം എന്നാണ് ഓർമ്മ, ചെങ്കോട്ടയിൽ അപ്പോൾ അതിന് മുകളിലൊരു കൊടി ഖലിസ്ഥാൻവാദികൾ കെട്ടിയ കൊടിയെന്ന് ഒരു വിഷയം ഉണ്ടായിരുന്നില്ലേ? അവർ തലയിൽ ഒരു തരം ഇത് കെട്ടുന്നു. ആ സമരത്തിൽ കൂടുതലും പങ്കെടുത്ത് വന്നത് പഞ്ചാബിൽ നിന്നുള്ള കർഷകരാണ്. പക്ഷെ അതെല്ലാവരും കർഷകരാണെന്ന് വിശ്വസിക്കുന്നില്ല. അവരുടെ ഇടയിലും ഇതേപോലെ ഈ ഖലിസ്ഥാൻ അനുകൂലികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അപ്പോൾ ഇതുപോലുള്ള സമരങ്ങൾ സ്വാഭാവികമായിട്ടും കർഷക സമരങ്ങളും അല്ലാത്ത സമരങ്ങളും ദില്ലിക്ക് പുറത്ത്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണസിരാകേന്ദ്രത്തിന് പുറത്ത് നടക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഇത് ഭരണസിരാകേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സമരങ്ങൾക്കിടയിലും ഈ ഖലിസ്ഥാൻ അനുകൂലികൾ നുഴഞ്ഞു കയറുന്നുണ്ട് എന്നൊരു റിപ്പോർട്ടും ഇൻ്റലിജൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന സമരങ്ങളെല്ലാം സാധാരണഗതിയിൽ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആണ് സമരം നടത്തുന്നത്. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു സമരം അവിടെ ഡൽഹിയിൽ പോയിട്ട് നമുക്കൊരിക്കലും പാർലമെൻറ്റിൻ്റെ മുമ്പിൽ നടത്താൻ പറ്റില്ല. അവിടെ നിന്ന് കിലോമീറ്ററുകൾ മാറിയിട്ട് ഈ സമരങ്ങൾക്ക് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ജന്തർ മന്ദർ എന്ന് പറയുന്നത്. ഈ ജന്തർ മന്ദറിലാണ് എല്ലാ സമരങ്ങളും നടക്കുന്നത്. കേരളത്തിൽ നിന്ന് വലിയ കൊട്ടിഘോഷിച്ചു പോകുന്ന സമരങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സമരങ്ങളും പാർലമെൻറ്റിലേക്ക് മാർച്ച് എന്ന് പറയുന്നുണ്ടെങ്കിൽ ജന്തർ മന്ദറിൻ്റെ ഒരറ്റത്ത് നിന്ന് ജന്തർ മന്ദറിൻ്റെ മറ്റൊരറ്റം വരെ ഇവർക്ക് മാർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് കടക്കൽ വളരെ എന്താ പറയുക, അപൂർവങ്ങളിൽ അപൂർവം മാത്രമായിട്ട് നടക്കൂ. എന്നാലും സാധ്യതയില്ലാത്ത ആണത്. ഈ ജന്തർ മന്ദറിൽ പോയി സമരം ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഖലിസ്ഥാൻ അനുകൂലികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ ദില്ലിക്ക് പുറത്ത് നടക്കുന്ന സമരങ്ങളെല്ലാം അത് കുറച്ചുകൂടി വയലൻ്റ് ആക്കിയിട്ട് ദില്ലിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി വീണ്ടും അധികം വൈകാതെ തന്നെ ദില്ലിക്ക് പുറത്ത് കർഷക സമരങ്ങൾ ആരംഭിക്കുമെന്നും ഈ കർഷക സമരങ്ങൾ ദില്ലിയിലേക്ക് എത്തിക്കും, അത് അക്രമാസക്തമാക്കാനുള്ള തീരുമാനങ്ങൾ ഖലിസ്ഥാൻ അനുകൂലികൾ എടുത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇൻ്റലിജൻസ് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. സ്വാഭാവികമായിട്ടും കാനഡയിൽ നിന്നുള്ള പണം വരവും കാനഡയിൽ നിന്ന് ഇവർക്ക് വരുന്ന സൗകര്യങ്ങളും എല്ലാം ഇവർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം ഏത് രീതിയിലായിരിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ധാരണയുള്ളതുകൊണ്ട് രണ്ട് നീക്കങ്ങളും എങ്ങനെയാണ് എന്നതാണ് ഇപ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്നത്.